Welcome back. Job design. Next important topic, job design. So we know what is job analysis, what is job description, and what is job specification. And it is another important area, job design. സോ നമുക്കറിയാം ജോബ് അനാലിസിസ് എന്ന് പറയുന്നത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു അനാലിസിസ് ആണ്, അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു അനാലിസിസ് ആണ്. what to be done in the job and how to be done, how to perform each job, etc. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ജോബിനെ കുറിച്ചും ജോബ് ചെയ്യുന്ന ഇൻഡിവിജ്വൽസിനെ കുറിച്ചുമൊക്കെയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അനാലിസിസ് പ്രോസസ്സാണ് ജോബ് അനാലിസിസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ ഇവിടെ ജോബ് ഡിസൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അനാലിസിസിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഡിസൈനിങ് ചെയ്യാം. ഡിസൈനിങ് ഓഫ് ദ ജോബ്, ദറ്റ് ഈസ് ജോബ് ഡിസൈൻ. So it is a systematic body of knowledge on designing the job is highly essential in order to achieve both individuals and organizational objective. നമുക്കറിയാം, നമ്മൾ ജോബ് അനാലിസിസ് ചെയ്തതുകൊണ്ട് മാത്രം കാര്യമില്ല. ഈ ജോബ് അനാലിസിസ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഡിസൈനിങ് ചെയ്യാം. എങ്ങനെയായിരിക്കണം ജോബ്, എന്തൊക്കെ ആക്ടിവിറ്റീസുകളായിരിക്കണം, എന്തൊക്കെ ടാസ്കുകളായിരിക്കണം ആ ജോബിൽ വരേണ്ടത്, ആൻഡ് what are the methods to be followed in each job, and what are the characteristics of the individuals who are performing the job. ഈ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെയുള്ള ഒരു ഡിസൈനിങ്, പ്രോപ്പറായിട്ടുള്ള ഒരു ഡിസൈനിങ് പ്രോസസ്സാണ് ജോബ് ഡിസൈൻ എന്ന് പറയുന്നത്. സോ ജോബ് ഡിസൈൻ ഈസ് ദ പ്രോസസ് ഓഫ് ഡിസൈഡിങ് ഓൺ ദ കണ്ടൻസ് ഓഫ് ദ ജോബ് in terms of techniques, systems and procedures, and on the relationship that should exist between the job holder and his superiors, subordinates and colleagues. സോ ഈ മീനിങ്ങിൽ നിന്ന് ക്ലിയർ ആയിരിക്കും. ജോബ് ഡിസൈൻ എന്ന് പറയുന്നത് ജോബിൻ്റെ കണ്ടൻസ് അല്ലെങ്കിൽ ജോബ് ചെയ്യുന്ന ആക്ടിവിറ്റീസിനെ കുറിച്ച്, അതിനെ ഉപയോഗിക്കുന്ന ടെക്നിക്സിനെ കുറിച്ച് അല്ലെങ്കിൽ പ്രൊസീജിയേഴ്സിനെ കുറിച്ചിട്ടൊക്കെയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ഡിസൈൻ പ്രോസസ്സിനാണ് ജോബ് ഡിസൈൻ എന്ന് പറയുന്നത്. അതിൽ നമ്മൾ ജോബ് ചെയ്യുന്ന ഇൻഡിവിജ്വൽസും അവർക്ക് സുപ്പീരിയേഴ്സുമായിട്ടുണ്ടായിരിക്കേണ്ട ബന്ധം അല്ലെങ്കിൽ സബോർഡിനേറ്റ്സുമായിട്ടുണ്ടായിരിക്കേണ്ട ബന്ധം, അതുപോലെ വർക്കേഴ്സുമായിട്ട് കൊളീഗ്സുമായിട്ടുണ്ടായിരിക്കേണ്ട റിലേഷൻഷിപ്പ് എങ്ങനെയൊക്കെ ആയിരിക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ഡിസൈനിങ് പ്രോസസ്സാണ് ജോബ് ഡിസൈൻ. സോ ഇവിടെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വേണ്ട. ജോബ് അനാലിസിസ് എന്ന് പറയുന്നത് ഒരു അനാലിസിസ് വർക്കാണ്. അനാലിസിസ് എന്ന് പറഞ്ഞാൽ വിശകലനം ചെയ്യാം. നമ്മൾ ഇൻഫോർമേഷൻ കളക്ട് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ എന്തൊക്കെയായിരിക്കണം ഭാവിയിൽ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള ഒരു അനാലിസിസ് പ്രോസസ്സാണ് ജോബ് അനാലിസിസിൽ നമ്മൾ ചെയ്യുന്നത്. അതേസമയം ഡിസൈൻ എന്ന് പറയുന്നത് ഈ അനാലിസിസിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഒരു പെർട്ടിക്കുലർ ജോബിന് ഉണ്ടായിരിക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന കറക്റ്റായിട്ടുള്ള ഒരു ഫ്രെയിം വർക്ക്, അതാണ് ജോബ് ഡിസൈൻ എന്ന് പറയുന്നത്. ഓക്കെ. So the main objective of job design is to integrate the needs of individual and requirements of the organization. ഇൻഡിവിജ്വൽസിൻ്റെ നീഡ്സും ഓർഗനൈസേഷൻസിൻ്റെ നീഡ്സും തമ്മിലുള്ളൊരു മാച്ച് അല്ലെങ്കിൽ ഇൻറ്റഗ്രേഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ജോബ് ഡിസൈൻ എന്നുള്ള പ്രോസസ്സ് എയിം ചെയ്തിരിക്കുന്നത്. സോ എന്താണ് ഇൻഡിവിജ്വൽസിൻ്റെ നീഡ് എന്ന് പറയുന്നത്? ഒരു ഓർഗനൈസേഷനിൽ ഒരു എംപ്ലോയിയെ സംബന്ധിച്ച് അയാളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു നീഡ് എന്ന് പറയുന്നത് ഹിസ് ജോബ് സാറ്റിസ്ഫാക്ഷൻ, അച്ചീവ്മെൻറ്റ്, അതുപോലെ ചാലഞ്ചസ്, അയാൾ ഫേസ് ചെയ്യേണ്ട ചാലഞ്ചസ് അല്ലെങ്കിൽ അയാൾക്ക് നേടാൻ ആഗ്രഹമുള്ള അച്ചീവ്മെൻറ്റ്, അതേപോലെ തന്നെ ജോബ് സാറ്റിസ്ഫാക്ഷൻ, ഇതൊക്കെയാണ് ഒരു ഇൻഡിവിജ്വൽസിൻ്റെ നീഡ്സ് എന്ന് പറയുന്നത്. അതേസമയം ഓർഗനൈസേഷൻ, വാട്ട് ആർ ദ റിക്വയർമെൻറ്റ്സ് ഓഫ് എൻ ഓർഗനൈസേഷൻ? ദ ഓർഗനൈസേഷൻസ് റിക്വയർമെൻറ്റ്സ് ഇൻക്ലൂഡ് ഹൈ പ്രൊഡക്ടിവിറ്റി, ടെക്നിക്കൽ എഫിഷ്യൻസി ആൻഡ് ക്വാളിറ്റി ആയിട്ടുള്ള പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുക, പ്രൊഡക്ടിവിറ്റി ഇമ്പ്രൂവ് ചെയ്യുക, ഇതൊക്കെയാണ് ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്. സോ ഇൻഡിവിജ്വൽസിൻ്റെ ഒബ്ജക്റ്റീവും ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവും തമ്മിൽ ഒരു ഇൻറ്റഗ്രേഷൻ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ അവിടെ പ്രോപ്പറായിട്ടുള്ള ജോബ് ഡിസൈൻ വേണം. അതായത് ഏതെങ്കിലും ഒരു പാർട്ടി, ഐദർ ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ ഓർഗനൈസേഷൻസ് സാറ്റിസ്ഫൈഡ് ആയതുകൊണ്ട് കാര്യമില്ല, രണ്ടു പേരുടെയും പ്രോപ്പറായിട്ടുള്ള സാറ്റിസ്ഫാക്ഷൻ എസെൻഷ്യലാണ്. സോ അതിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആക്ടിവിറ്റിയാണ് ജോബ് ഡിസൈൻ. So job design involves conscious effort to organize tasks, duties, responsibilities into unit work
ടു അച്ചീവ് certain ഒബ്ജക്റ്റീവ്സ്. കറക്റ്റായിട്ട് നമ്മൾ ഒരു ഓർഗനൈസേഷനിൽ എന്തൊക്കെ ടാസ്കുകളാണ്, നമ്മൾ ഓർഗനൈസിങ് എന്നുള്ള ഫംഗ്ഷൻ പഠിച്ചിട്ടുണ്ട്. ആ ഓർഗനൈസിങ് ഫംഗ്ഷനിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്താണ്, കൃത്യമായിട്ടുള്ള ഡ്യൂട്ടീസ്, അതോറിറ്റി, റെസ്പോൺസിബിലിറ്റി, ടാസ്ക് ഇതെല്ലാം നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കുകയാണ് ഓർഗനൈസിങ് എന്നുള്ള ഫംഗ്ഷനിൽ. ഇവിടെ ജോബ് ഡിസൈനിലും സിമിലർ നാച്ചുറലുള്ള ഫംഗ്ഷനാണ് നടക്കുന്നത്. അതായത് കറക്റ്റായിട്ട് എന്തൊക്കെയാണ് വർക്ക് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഡിസൈൻ ചെയ്യുക, ഫ്രെയിം വർക്ക് ഉണ്ടാക്കുക. ഓക്കെ, സോ വാട്ട് ആർ ദ സ്റ്റെപ്സ് ഇൻ ജോബ് ഡിസൈൻ? ജോബ് ഡിസൈനിലുള്ള 3 പ്രധാനപ്പെട്ട സ്റ്റെപ്സ് ആണുള്ളത്. ഇതിൽ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്പെസിഫിക്കേഷൻ ഓഫ് ടാസ്ക്. സ്പെസിഫിക്കേഷൻ ഓഫ് ടാസ്ക് എന്ന് പറയുമ്പോൾ ഒരു ജോബിൽ ഉണ്ടായിരിക്കേണ്ട ടാസ്കുകൾ, ആ ഓരോ ടാസ്കിനെ കുറിച്ചിട്ടും ക്ലിയർ ആയിട്ടുള്ള ഒരു സ്പെസിഫിക്കേഷൻ ഉണ്ടാക്കുക. ഓക്കെ, എന്തൊക്കെ ജോബാണ്, എന്തൊക്കെ ആക്ടിവിറ്റീസാണ് ആ ടാസ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് കറക്റ്റായിട്ടുള്ള ഒരു പ്ലാനിങ്. ദെൻ സ്പെസിഫിക്കേഷൻ ഓഫ് ദ മെത്തേഡ്സ് ടു ബി യൂസ്ഡ് ടു പെർഫോം ഈച്ച് ടാസ്ക്. ഓരോ ടാസ്ക് ചെയ്യുന്നതിനും നമ്മൾ ഏതൊക്കെ മെത്തേഡ്സ്, ഏതൊക്കെ പ്രൊസീജിയേഴ്സാണ് ഫോളോ ചെയ്യേണ്ടത്. Then the combination of the task into specific job, and this job is assigned to each individual. So numerous ടാസ്കുകൾ കൂടുമ്പോഴാണ് ഒരു പെർട്ടിക്കുലർ ജോബ് ആകുന്നത്. സോ ഏതൊക്കെ ടാസ്കുകൾ ഏതൊക്കെ രീതിയിൽ കമ്പൈൻ ചെയ്തിട്ടാണ് ഒരു ജോബിലേക്ക് നയിക്കുന്നത്, അതേപോലെ തന്നെ ഈ ജോബ് ഏതൊക്കെ ഇൻഡിവിജ്വൽസിനാണ് അസൈൻ ചെയ്യേണ്ടത്. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്യുക, അല്ലെങ്കിൽ അതിനെ പ്രാക്ടിക്കലി കൊണ്ടുവരിക, അതാണ് ജോബ് ഡിസൈൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ വാട്ട് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദി ജോബ് ഡിസൈൻ? നമ്മളൊരു ജോബ് പ്രോപ്പറായിട്ട് ഡിസൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഓർഗനൈസേഷനിലുള്ള ജോബ്സ് എല്ലാം പ്രോപ്പറായിട്ട് ഡിസൈൻ ചെയ്യുമ്പോൾ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. അതായത് അതിനെ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. സോ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ്, അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, അതിനെ ബാധിക്കുന്ന ഫാക്ടേഴ്സ്? ബേസിക്കലി നമുക്ക് 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം: ഓർഗനൈസേഷണൽ ഫാക്ടേഴ്സ്, എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് ആൻഡ് ബിഹേവിയറൽ ഫാക്ടേഴ്സ്. സോ വാട്ട് ആർ ഓർഗനൈസേഷണൽ ഫാക്ടേഴ്സ്? ഓർഗനൈസേഷണൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ പേരിൽ തന്നെയുണ്ട്, ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫാക്ടേഴ്സ് ഇൻസൈഡ് ദി ഓർഗനൈസേഷൻ. ഓക്കെ, സോ ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ വരുന്ന പ്രധാനപ്പെട്ടൊരു കാര്യം ടാസ്ക് ഫീച്ചേഴ്സ്. ടാസ്ക് ഫീച്ചേഴ്സ് നമ്മൾ പറഞ്ഞു, ഒരു ജോബ് ചെയ്യാൻ ന്യൂമറസ് ടാസ്കുകളാണുള്ളത്. ഓരോ ടാസ്കിലും എന്തൊക്കെയാണ് അതിനെ സ്പെസിഫൈ ചെയ്യലാണ് ജോബ് ഡിസൈനിലെ ഫസ്റ്റ് സ്റ്റെപ്പ്. സോ ഈ ടാസ്കിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയായിരിക്കണം? ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഈ ഐഡിയൽ ജോബ് ഡിസൈൻ ആണെന്നുണ്ടെങ്കിൽ ഇത് എന്ത് ചെയ്യണം, ഈ ഓരോ ടാസ്കിലെ 3 പ്രധാനപ്പെട്ട എലമെൻസിനെ പ്രോപ്പറായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. ഓരോ ടാസ്കിലെ 3 പ്രധാനപ്പെട്ട എലമെൻറ്റ്സ്, 3 പ്രധാനപ്പെട്ട ഫങ്ഷൻസ് എന്ന് പറയുന്നത് പ്ലാനിങ്, എക്സിക്യൂഷൻ ആൻഡ് കൺട്രോളിങ്. ഓക്കെ, സോ പ്ലാനിങ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് വാട്ട് ടു ബി ഡൺ, ഡിസൈഡിങ് ദി ബെസ്റ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ ഫ്രം എ ഗ്രൂപ്പ് ഓഫ് ഓൾട്ടർനേറ്റീവ്സ്. ഓക്കെ, ഏതൊക്കെ ആൾട്ടർനേറ്റീവ്സ്, നമുക്ക് ഏതൊക്കെ മെത്തേഡ്സുകൾ അവൈലബിൾ ആണ്, ആ മെത്തേഡ്സുകളിൽ നിന്നും ഏറ്റവും പ്രോപ്പറായിട്ടുള്ള മെത്തേഡ്സ് നമ്മൾ സെലക്ട് ചെയ്യുന്നതാണ് പ്ലാനിങ്. ദെൻ ആ സെലക്ട് ചെയ്തിട്ടുള്ള മെത്തേഡിനെ നമ്മൾ പ്രോപ്പറായിട്ട് എക്സിക്യൂട്ട് ചെയ്യാം. ദെൻ ഈ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിനെ നമ്മൾ കൺട്രോളിങ് ചെയ്യാം. കൺട്രോളിങ് എന്ന് പറയുന്നത് നമ്മൾ പെർഫോമൻസ് സ്റ്റാൻഡേർഡുമായിട്ട് കമ്പയർ ചെയ്യുന്നതിനെയാണ് കൺട്രോളിങ് എന്ന് പറയുന്നത്. വി നോ ദാറ്റ്. ഓക്കെ, നമ്മൾ ഫംഗ്ഷനിൽ പഠിച്ചിട്ടുണ്ട് കൺട്രോളിങ് എന്താണെന്നുള്ളത്. സോ കൺട്രോളിങ് ഈസ് ദ പ്രോസസ് ഓഫ് മോണിറ്ററിങ് ദ പെർഫോമൻസ്. ഇറ്റ് ഹെൽപ്സ് ടു ഫൈൻഡ് ഔട്ട് ഡീവിയേഷൻസ്. ഓക്കെ, സോ ഇഫ് ദർ ഈസ് എനി ഡീവിയേഷൻ ഫൗണ്ട് ദെൻ ഇറ്റ് ഷുഡ് ബി കറക്റ്റഡ്. സോ ഈ 3 പ്രധാനപ്പെട്ട ആക്ടിവിറ്റീസ്, പ്ലാനിങ്, എക്സിക്യൂഷൻ ആൻഡ് കൺട്രോളിങ്, ഈ 3 പ്രധാനപ്പെട്ട ആക്ടിവിറ്റീസ് നമ്മൾ ഓരോ ടാസ്കിനും ചെയ്യണം. സോ ഈ ആക്ടിവിറ്റീസ് എല്ലാം ഈ ജോബ് ഡിസൈനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. ദ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഫ്ലോ ഓഫ് വർക്ക്. ഫ്ലോ ഓഫ് വർക്ക് എന്ന് പറയുന്നത് ഒരു ജോബിൽ നമ്പർ ഓഫ് ടാസ്കുകൾ ഉണ്ടായിരിക്കും. ഈ ടാസ്കുകളുടെയൊക്കെ ഫ്ലോ എങ്ങനെയാണ്? ഫ്ലോ എന്ന് പറയുന്നത് സീക്വൻസ്, എങ്ങനെയാണ്, ഏത് രീതിയിലാണ് ആ സീക്വൻസ് ഓഫ് ജോബ് നടന്ന് പോകുന്നത്, ഓർഗനൈസേഷനിൽ ഏതൊക്കെ സീക്വൻസിലാണ് ജോബ് പെർഫോം ചെയ്യുന്നത്, അത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓർഗനൈസേഷണൽ ഫാക്ടറാണ്. ദ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എർഗണോമിക്സ്. എർഗണോമിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷേപ്പിംഗ് ദ ജോബ് to fit the physical abilities and characteristics of the individual so that they can perform their job effectively. So ജോബിനെ
ഇൻഡിവിജ്വൽസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിനനുസരിച്ച് ഷേപ്പ് ചെയ്യാം. ആ പ്രോസസ്സിനെയാണ് എർഗണോമിക്സ് എന്ന് പറയുന്നത്. സോ യൂഷ്വലി നമ്മൾ പണ്ടൊക്കെ ഓർഗനൈസേഷനിൽ അല്ലെങ്കിൽ ബിസിനസ് സ്ഥാപനത്തിൽ ഏത് രീതിയാണ് ഉണ്ടായിരുന്നത്? ജോബിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിനനുസരിച്ചിട്ട് നമ്മൾ എംപ്ലോയീസിനെ എന്ത് ചെയ്യുന്നു? ഷേപ്പ് ചെയ്യുന്നു. ഇവിടെ നേരെ തിരിച്ചാണ്. എംപ്ലോയീസിൻ്റെ നാച്ചർ അല്ലെങ്കിൽ അവരുടെ എബിലിറ്റീസ് അല്ലെങ്കിൽ അവരുടെ ക്യാരക്ടറിസ്റ്റിക്സിനനുസരിച്ചിട്ട് നമ്മൾ ജോബിനെ ഷേപ്പ് ചെയ്യുന്നു. ആ പ്രോസസ്സിനെയാണ് എർഗണോമിക്സ് എന്ന് പറയുന്നത്. സോ അങ്ങനെ ചെയ്യുന്നതിലൂടെ എംപ്ലോയീസിൻ്റെ സാറ്റിസ്ഫാക്ഷനും ഉറപ്പുവരുത്താൻ പറ്റുന്നു. അതിലൂടെ സ്യൂട്ടബിൾ ആയിട്ടുള്ള വേയിൽ നമുക്ക് വർക്കും കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു. സോ എർഗണോമിക്സ് എന്ന് പറയുന്ന പ്രോസസ്സും ഓർഗനൈസേഷണൽ ഫാക്ടറാണ്. ദെൻ ലാസ്റ്റ് വൺ, വർക്ക് പ്രാക്ടീസസ്. വർക്ക് പ്രാക്ടീസസ് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് വേസ് ഓഫ് പെർഫോമിങ് എ ടാസ്ക്. ഓക്കെ, ഏതൊക്കെ വേസിലാണ്, ഏതൊക്കെ രീതിയിലാണ് നമ്മളൊരു ടാസ്ക് ചെയ്യുന്നത്, അതിനെയാണ് വർക്ക് പ്രാക്ടീസസ് എന്ന് പറയുന്നത്. സോ അതും നമ്മൾ ജോബ് ഡിസൈൻ ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഫാക്ടറാണ്. സോ ഏതൊക്കെ രീതിയിൽ നമ്മൾ ചെയ്യണം എന്നുള്ളത് കൺസിഡർ ചെയ്യുന്നു. എർഗണോമിക്സ് അതായത് ഇൻഡിവിജ്വൽസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിനനുസരിച്ചിട്ട് നമ്മൾ ജോബിനെ ഷേപ്പ് ചെയ്യുന്നു. ദെൻ ഏതൊക്കെ രീതിയിലാണ്, അതായത് സീക്വൻസ് ഓഫ് ജോബ്, ഏത് വർക്ക് കഴിഞ്ഞിട്ടാണ് നെക്സ്റ്റ് വർക്ക് വരുന്നത്, അങ്ങനെയുള്ള സീക്വൻസ് നമ്മൾ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്യുന്നു. ദെൻ ഓരോ ടാസ്കിൻ്റെയും 3 എലമെൻറ്റ്സ്, അതായത് പ്ലാനിങ്, എക്സിക്യൂഷൻ ആൻഡ് കൺട്രോളിങ് എന്നുള്ള 3 പ്രധാനപ്പെട്ട എലമെൻറ്റ്സ് അല്ലെങ്കിൽ 3 പ്രധാനപ്പെട്ട ഫങ്ഷൻസ് നമ്മൾ പ്രോപ്പറായിട്ട് കൺസിഡർ ചെയ്യുന്നു. സോ ദീസ് ഓൾ ആർ ദി organizational factors. The next one, environmental factors. Environmental factors, these are purely outside the organization. ഓർഗനൈസേഷന് അപ്പുറത്ത് അല്ലെങ്കിൽ നമ്മളുടെ കൺട്രോളിന് പുറത്തുള്ള ഫാക്ടേഴ്സാണ് എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. സോ അതിൽ വരുന്നതാണ് അവൈലബിലിറ്റി ആൻഡ് എബിലിറ്റീസ് ഓഫ് വർക്കേഴ്സ്. Okay, so it is one of the important factor to be considered while deciding the design of a job. ജോബ് ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്ക് അവൈലബിൾ ആകുന്ന വർക്കേഴ്സ് എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ അവരുടെ എബിലിറ്റീസ് എന്തൊക്കെയാണ്, അതൊരു ഫാക്ടറാണ്. ദെൻ കൾച്ചറൽ ആൻഡ് സോഷ്യൽ എക്സ്പെക്റ്റേഷൻ, ദറ്റ് ഈസ് അനദർ ഇമ്പോർട്ടൻറ്റ് എൻവയോൺമെൻറ്റൽ ഫാക്ടർ. അതായത് ജോബ് ഈസ് ഡിസൈൻഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ഇറ്റ് വിൽ മീറ്റ് ദ എക്സ്പെക്റ്റേഷൻ ഓഫ് വർക്കേഴ്സ്. Okay, social and cultural expectations means the hours of work, holidays, vacation, religious belief, management styles, etc. സോ ഒരു എംപ്ലോയിയെ സംബന്ധിച്ച് അയാളുടെ സോഷ്യൽ അല്ലെങ്കിൽ കൾച്ചറൽ ആയിട്ടുള്ള എക്സ്പെക്റ്റേഷൻസ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തിനു സാധിക്കണം? ഓരോ ജോബിനും സാധിക്കണം. സോ ആ എക്സ്പെക്റ്റേഷൻസ് എന്തൊക്കെയായിരിക്കണം? അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റൽ ഫാക്ടറാണ്. ഓക്കെ, so these 2 factors, availability and abilities of the workers and also the workers' social and cultural expectation, these 2 factors are to be considered importantly while designing the job. Okay, the last one, behavioral factors. Behavioral factors means the jobs are designed in such a way that it will satisfy social and psychological needs of workers. ഓക്കെ, സോഷ്യൽ ആൻഡ് സൈക്കോളജിക്കൽ നീഡ്സ് എന്ന് പറയുമ്പോൾ സൈക്കോളജി ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ഇൻഡിവിജ്വൽ. ഓരോ എംപ്ലോയിയുടെ ക്യാരക്ടറിസ്റ്റിക്സിനനുസരിച്ചിരിക്കും അയാൾക്ക് കിട്ടുന്ന സൈക്കോളജിക്കൽ സാറ്റിസ്ഫാക്ഷൻ. സോ അതിന് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് അവർക്ക് പ്രോപ്പറായിട്ടുള്ള മോട്ടിവേഷൻ, സാറ്റിസ്ഫാക്ഷൻ ആൻഡ് പെർഫോമൻസ്, അവരിഷ്ടപ്പെടുന്ന രീതിയിലുള്ള പെർഫോമൻസ്, അതിനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യണം? പ്രോപ്പറായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. ദെൻ ഓൺലി വി ക്യാൻ അൾട്ടിമേറ്റ്ലി ഡിസൈൻ അവർ ജോബ് ഇൻ എ പ്രോപ്പർ വേ. ഓക്കെ, സോ ജോബ് ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ ഈ 3 പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ്, ഒന്ന് ഓർഗനൈസേഷൻ്റെ ഉള്ളിലുള്ള ഫാക്ടേഴ്സ്, ദെൻ ഓർഗനൈസേഷനിൽ പുറത്തുള്ള ഫാക്ടേഴ്സ് എന്ന് പറയുന്ന എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്, ദെൻ ഓരോ ഇൻഡിവിജ്വൽസിൻ്റെ ഉള്ളിലും അടങ്ങിയിരിക്കുന്ന മെൻ്റൽ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഫാക്ടേഴ്സ്. സോ ഇതിനെയെല്ലാം നമ്മൾ കൺസിഡർ ചെയ്യണം ഒരു ജോബ് ഡിസൈൻ ചെയ്യുമ്പോൾ. ഓക്കെ.